നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത് വെക്ടർ ആൾജിബ്രയിലെ കുറച്ച് എൻട്രൻസ് ക്വസ്റ്റ്യൻസുമായിട്ടാണ്. ആൻഡ് നിങ്ങൾക്കറിയാം, ഓൾറെഡി നമ്മൾ എൻട്രൻസ് ക്രാഷ് ക്വസ്റ്റ്യൻസ് അപ്ലോഡ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ചാനലിൽ പ്ലേലിസ്റ്റ് നോക്കുക. പ്ലേലിസ്റ്റിൽ എൻട്രൻസ് മാത്തമാറ്റിക്സ് എന്ന ക്വസ്റ്റ്യൻ കാണാം. ആ ഒരു പ്ലേലിസ്റ്റ് നോക്കിയിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻസ് പഠിക്കുക. വെക്ടർ ആൾജിബ്രയിലെ ക്വസ്റ്റ്യൻസ് ആണ്. ക്രാഷ് പ്രോഗ്രാം ആയിട്ടാണ് നമ്മൾ വീഡിയോസ് ചെയ്യുന്നത്. അതുകൊണ്ട് കൂടുതൽ തിയറിയും പോർഷൻസ് ഒന്നും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. വി ആർ ഗോയിങ് ത്രൂ ക്വസ്റ്റ്യൻസ് മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്സിജൻ ക്ലാസ്സസ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, സ്റ്റേ ട്യൂൺഡ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. അപ്പൊ നമ്മുടെ വെക്ടർ ആൾജിബ്രയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണാം. വായിച്ചു നോക്കുക ക്വസ്റ്റ്യൻ. ഇഫ് ദ വെക്ടേഴ്സ് xi minus 2j plus 5k and I plus yj minus zk are collinear, then xy square by z, x into y square by z is equal to option A 4 by 5, option B 3 by 5, option C minus 3 by 5, option D minus 4 by 5, and last option is 1 by 5. ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്? ഈ രണ്ട് വെക്ടേഴ്സ് കൊളീനിയർ ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചെയ്യാനായിട്ട് പറ്റുമെന്ന് നോക്കി നോക്കൂ. നിങ്ങൾ പോസ് ചെയ്ത് നോക്കിയതിന് ശേഷം നമുക്ക് പ്ലേ കണ്ടിന്യൂ ചെയ്യാം. അപ്പോ ഇങ്ങനെയാണ് വരിക. നമുക്ക് തന്നിരിക്കുന്ന വെക്ടേഴ്സ് xi മൈനസ് 2j പ്ലസ് 5k ആൻഡ് I പ്ലസ് yj മൈനസ് zk. ഈ രണ്ട് വെക്ടേഴ്സും കൊളീനിയർ ആണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കൊളീനിയർ വെക്ടേഴ്സിന്റെ പ്രോപ്പർട്ടി നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് കൊളീനിയർ വെക്ടേഴ്സിന്റെ പ്രോപ്പർട്ടി? x1 by x2 equal to y1 by y2 equal to z1 by z2 equal to constant lambda. അല്ലെ, ഇതാണ് കൊളീനിയർ വെക്ടേഴ്സ്, പാരലൽ വെക്ടേഴ്സ് എന്നൊക്കെ പറയുന്ന പ്രോപ്പർട്ടി നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഓൾറെഡി. അപ്പോ ഇവിടെ ഈ രണ്ട് വെക്ടേഴ്സ് കൊളീനിയർ ആണെങ്കിൽ നമുക്ക് ഇതിന്റെ കമ്പോണൻസ് കമ്പയർ ചെയ്യാലോ. കമ്പോണൻസ് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? x by 1 is equal to minus 2 by y equal to 5 by minus z equal to a lambda, constant lambda. Okay, from this we can find the value of x, y, z and substitute in x y square by z. നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ആൻസർ കിട്ടും. പെട്ടെന്ന് ചെയ്ത് നോക്കൂ. That is, from this x is equal to lambda. അല്ലെ, ഈ ഫസ്റ്റ് ഇക്വേഷനും ലാസ്റ്റ് ഇക്വേഷനും ഫസ്റ്റ് is equal to last equate ചെയ്ത് lambda x equal to lambda എന്ന് വരും. And from this minus 2 by lambda is equal to y എന്ന് കിട്ടും. അല്ലെ, ഈ ഇക്വേഷൻ minus 2 by y is lambda. y അങ്ങോട്ടും ലാംഡ ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്താൽ മതി. We'll get y equal to minus 2 by lambda and z equal to, from the z equal to എന്താ വരിക? minus 5 by lambda എന്ന് കിട്ടും. minus 5 by lambda. ക്ലിയർ അല്ലേ? ഈ വാല്യൂസ് മുഴുവൻ ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോളൂ. You will get the answer. X is lambda into minus 2 by lambda the whole square by minus 5 by lambda. Okay, this is equal to, simplify ചെയ്താൽ ആൻസർ ആയി lambda into 4 by lambda square. ഈ lambda square ആണ് താഴെ എഴുതിയിട്ടുള്ളത്. into minus 5 by lambda. We can take this lambda to numerator. അപ്പോൾ lambda square ആവും. lambda square into 4 by lambda square into minus 5. That is minus 4 by 5 is the answer. Okay, minus 4 by 5 ആണ് നമ്മുടെ ആൻസർ. It is option D. Correct അല്ലേ? Okay, we'll move on to the next question. Then നമ്മുടെ second question നോക്കിക്കോളൂ. ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണാം, വായിക്കാം. If the vectors A equal to beta I plus 2j plus 2k and B equal to, vector B equal to 2i plus 2j plus beta k are at right angles, then the value of mod A plus B, modulus of A plus B minus modulus of A minus B, mod A plus B minus mod A minus B is equal to, the options are option A 2, option B 1, option C 0, option D minus 1 and option E minus 2. ഓക്കെ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾ. ദെൻ വി ക്യാൻ മൂവ് ഓൺ ടു ദ ആൻസർ. ഓക്കെ, ദെൻ ഇവിടെ ആൻസർ പറഞ്ഞിരിക്കുന്നത് എന്താണ്? വെരി സിമ്പിൾ. കാൽക്കുലേഷൻസ് ഒക്കെ ഉണ്ട്, പക്ഷെ കാൽക്കുലേഷൻസ് ഒന്നും ഇല്ലാണ്ട് വി ക്യാൻ ഡു ഇറ്റ് ഇൻ എ സെക്കൻഡ്. ദാറ്റ് ഇസ് നമുക്ക് തന്നിട്ടുള്ളത് A
the vector A is beta I plus 2j plus 2k, and vector B is equal to 2I plus 2j plus beta k. ഈ രണ്ട് വെക്ടേഴ്സും പെർപെൻഡിക്കുലർ വെക്ടേഴ്സ് ആണ് എന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഓൾ ദീസ് വെക്ടേഴ്സ്, ടു വെക്ടേഴ്സ് given A and B are perpendicular vectors. Okay, then we need to find mod A plus B minus mod A minus B. Okay, mod A plus B and mod A minus B. A and B are perpendicular vectors. A and B are perpendicular vectors. നമ്മൾ ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കും. കൺവെൻഷണൽ മെത്തേഡിൽ നമ്മൾ എന്ത് ചെയ്യും? A dot B equal to 0 എന്ന് എഴുതും. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് ദ കോൺസ്റ്റന്റ് ബീറ്റ, ആൻഡ് ആ ബീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മൾ എയും ബിയും എഴുതിയിട്ട് A plus B കണ്ടുപിടിക്കും, ഫൈൻഡ് ഇറ്റ്സ് മോഡുലസ്. A minus B കണ്ടുപിടിക്കും, വിൽ ഫൈൻഡ് ഇറ്റ്സ് മോഡുലസ് ആൻഡ് വിൽ സബ്ട്രാക്ട് ദിസ്. ആഫ്റ്റർ സബ്ട്രാക്ടിങ് യു വിൽ ഗെറ്റ് ദ ആൻസർ ആസ് 0. എങ്ങനെയാണ് പെട്ടെന്ന് ആൻസർ 0 എന്ന് കിട്ടുന്നത്? അത് നമ്മൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരു ചെറിയൊരു ഐഡിയ മനസ്സിലാക്കിയാൽ മതി. ഇറ്റ് വിൽ ബി 0 ഇൻ എ സെക്കൻഡ്. അതെ, ആൻസർ പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. നോക്കിയേ, എ എന്ന് പറഞ്ഞ വെക്ടർ, സപ്പോസ് ഈ എ ബി എന്ന് പറഞ്ഞ കമ്പോണൻസ് ഒന്നും നമുക്ക് വേണ്ട. എ ആൻഡ് ബി ആർ പെർപെൻഡിക്കുലർ. സപ്പോസ് ദിസ് ഇസ് വെക്ടർ എ. Okay, this one is vector A, and vector B is perpendicular to A. സപ്പോസ് ഇങ്ങനെ ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല, നേരെ തിരിച്ചും വരാം. അപ്പൊ നിങ്ങളത് ആലോചിച്ചെടുത്താൽ മതി. എനിവേ, ദിസ് ഇസ് വെക്ടർ ബി അല്ലെ. Then A plus B is the third side. Suppose അങ്ങനെയാണെന്ന് വിചാരിക്കാം. Okay, A plus B is the third side of the triangle. This is A plus B അല്ലെ, ശരിയല്ലേ? Okay, then this is a right angle triangle അല്ലെ, perpendicular ആയതുകൊണ്ട് this one A plus B is the hypotenuse. Okay, now what is minus B? B മുകളിലേക്കാണെങ്കിൽ മൈനസ് ബി എന്ന് പറഞ്ഞാൽ നേരെ റിവേഴ്സ് ആയിരിക്കും അല്ലെ. This is minus B. Okay, this is minus B. Now we'll use triangle of vector addition. This is A plus minus B, that means A minus B. ശരിയല്ലേ? Again, this one is a right angle triangle with the same base, same altitude, then the hypotenuse will be same. ഈ മോഡുലസ് എന്ന് പറയുന്നത്, ഈ വെക്ടറിന്റെ മോഡുലസ് എന്ന് പറയുന്ന ഹൈപ്പോട്ടന്യൂസ് ഓഫ് ദിസ് ട്രയാങ്കിൾ അല്ലേ, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. ഇതും അതേ ഹൈപ്പോട്ടന്യൂസ് ആണ്. ബേസും ഓൾട്ടിറ്റ്യൂഡും സെയിം ആണെങ്കിൽ ഹൈപ്പോട്ടന്യൂസ് വിൽ ബി സെയിം അല്ലെ. അപ്പോ ഈ ഒരു ട്രയാങ്കിൾ തന്നെയാണ് നേരെ താഴത്തേക്ക് വരച്ചിട്ടുള്ളത്. ആൻഡ് ഇറ്റ്സ് മോഡുലസ് is mod A plus B is the hypotenuse of the first triangle, and mod A minus B the same hypotenuse of the second triangle. Subtracting this you will get 0. വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ആൻസർ 0 എന്ന് എഴുതാം. ആൻഡ് യു ഹാവ് മോർ കൺവെൻഷൻസ്. നമ്മളിപ്പോ ഇങ്ങനെ എ ആണ് സർ, ഇതിങ്ങനെ മുകളിലേക്കാണ് ബി എങ്കിൽ ഇവിടെ end up in something else അല്ലെ, അങ്ങനെ നമുക്ക് പറയാം. എനിവേ, ഇത് അവസാനിക്കുന്ന പോയിന്റ് തന്നെയാണ് എങ്ങനെ എടുക്കുക എന്നുള്ളതൊക്കെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കുക? ദാറ്റ് ഇസ് ജസ്റ്റ് ഇൻറ്റ്യൂഷൻസ്. നമ്മൾ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുകയാണ്, ട്രയൽസ് ആണ് ഇതെല്ലാം. Okay, anyway, now this is the shortest method, and if you are using the conventional method you can get the answer A dot B. ഇതന്നെയാണ് ആൻസർ കിട്ടുക. നോക്കി നോക്കൂ നിങ്ങൾ. കൺവെൻഷണൽ മെത്തേഡിൽ നമ്മൾ A dot B is 0. A dot B എന്ന് പറഞ്ഞാൽ ഡോട്ട് പ്രൊഡക്റ്റ് മൾട്ടിപ്ലൈ ചെയ്യാം. 2 beta plus 2 into 2 plus 2 into beta, which is equal to 0. That is 4 beta plus 4 equal to 0. From this beta equal to minus 1. Beta value minus 1 return. We will substitute here. This A becomes minus I plus 2j plus 2k, and B becomes 2I plus 2j minus k. Okay, this is A and B. Now what is A plus B? A plus B is, vector A plus B is I plus 4j plus k. Okay, then what is A minus B? You will find what is A minus B. A minus B is A minus B minus 3I plus 0j and plus 3k. Okay, now find its modulus. Then രണ്ടിന്റെ modulus എടുക്കുക, subtract ചെയ്യുക. Modulus of A plus B, mod A plus B is a conventional method. Mod A plus B is root of 1 square plus 4 square plus 1 square. This is equal to root of 1 plus 16 plus 1, that is root 18. Then mod A minus B, what will be that? Mod A minus B is root of 3 square plus 0 square plus 3 square. That is again root 18.
Substituting in here, it is root 18 minus root 18 will be 0. Right? Simple ആയിട്ട് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാം. And this is the conventional method. You find conventional method. നിങ്ങൾ ആൻസർ കണ്ടുപിടിക്കുന്ന conventional method ഇങ്ങനെയാണ്. Okay. അപ്പോൾ we'll move on to the next question. Again, question number 3. Okay. Read it out. If mod A equal to 5, mod B equal to 6, A dot B equal to minus 25, then what is mod A cross B? That's the question. Options are 25, 6 root 11, 11 root 5, 11 root 6, 5 root 11. These are the options. And on the pause it to try the after that, we can have mod A is 5 and mod B is 6. And also we are given that mod A dot B is 25 minus 25 we need to find A cross B. A cross B, mod A cross B for this we have a relation between dot product and cross product. What is that? A dot B the whole square plus mod A cross B the whole square is equal to mod A square mod B square. A cross B the whole A dot B the whole square plus A cross B the whole square is equal to mod A square mod B square. This is a relation. Direct substitute then you will get the answer. A dot B the whole square. Okay. From this, what is mod A cross B the whole square? Mod A cross B the whole square is equal to A mod A square mod B square minus A dot B the whole square. Now this is equal to mod A square is 5 square into mod B square is 6 square minus 25 the whole square. This is 25. We have 25 outside. 25 outside. 25 into 5 square is 25. 36 minus 25. This is 25 into 11. Okay, this is mod A cross B the whole square. Now we need mod A cross B. What will be that? It's root. Answer is mod A cross B is equal to root of 25 into 11. That is 5 root 11. Option D. Perfect answer. So, this relation relation between dot product and cross product. What is that? A dot B the whole square plus mod A cross B the whole square is mod A square mod B square. Important result. Okay. We are moving to this next question. Fourth one. Why cholo question? If the angle between A and C, vector A and C is 25 degree, the angle between B and C is 65 degree, and A plus vector B equal to vector C, then the angle between A and B is, options are 40 degree, 115 degree, 25 degree, 65 degree and 90 degree. Okay, try it out. Simple question ആണ്. Vector algebra വലിയ applications കാര്യങ്ങളൊന്നും വേണ്ട. Okay. That's the answer. Answer is 90 degree. എത്ര പേർക്ക് കിട്ടിയിട്ടുണ്ട് 90 degree? Try നോക്കൂ. 25 plus 65 90 and 180 minus 90 is 90 obviously അല്ലേ? എന്താണ് സംഭവം എന്താണ്? There is a triangle. I think there is a triangle. There is vector A plus vector B here. Vector A plus B is vector C. ഇവിടെ തന്നെ നമുക്ക് ആൻസർ കിട്ടി അല്ലേ? ഇവിടെ തന്നെ നമുക്ക് ആൻസർ കിട്ടി. ഇങ്ങനെ വരയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ അത് കൺഫ്യൂസ്ഡ് ആവും. നമ്മള് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണ്. Okay, anyway, you can draw like this. This one is vector A and this one is vector B. Okay, this is vector A and vector B, and this is the sum of the vectors C equal to A plus B. C is A plus B. From this, it itself a right angle triangle. Triangle of vector addition ആണ് നമ്മളോട് യൂസ് ചെയ്ത്. എയും ബിയും സിയും മൂന്ന് വെക്ടേഴ്സ് ഉണ്ടെങ്കിൽ A plus B എന്ന് പറയുന്ന C ആണെങ്കിൽ we can use the triangle of vector addition. അല്ലേ? And obviously, angle between A and C is given as 25 degree. The 25 degree നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. And angle between B and C is 65 degree. Obviously, എന്താ വരിക? 90. അല്ലേ?
65 plus 25, 90. 180 minus 90, 90 degree. That is angle between A and B is 90 degree. Angle between A and B is 90 degree. Very simple question അല്ലേ? നമുക്ക് വെക്ടർ ഓൾജിബ്രയുടെ കൺസെപ്റ്റ്സും കാര്യങ്ങളൊന്നും ഇവിടെ വലിയ കാര്യമായിട്ട് കൺവെൻഷൻസ് ഒന്നും നമുക്ക് ആവശ്യമില്ല. ഓൺലി യു നീഡ് ടു ഡ്രോ ദിസ് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ. അവിടെ എങ്ങനെയാണ് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ അല്ലെങ്കിൽ എങ്ങനെയാണ് ട്രയാംഗിൾ വരയ്ക്കാൻ നമുക്ക് മനസ്സിലായേ? ഫ്രം ദിസ് ലൈൻ C is equal to A plus B. ട്രയാംഗിൾ ഓഫ് വെക്ടർ അഡീഷൻ ആണ് നമ്മളിവിടെ യൂസ് ചെയ്തത്. ഓക്കെ, ഇതാണ് നമ്മുടെ ഇന്നത്തെ ഡിസ്കഷൻ. വി ആർ മൂവിംഗ് വിത്ത് എൻട്രൻസ് ക്രാഷ് ക്വസ്റ്റ്യൻസ്. കൂടുതൽ ക്വസ്റ്റ്യൻസിന് വേണ്ടിയിട്ട് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്സിജൻ ക്ലാസ്സസ് ഫോർ +1 ആൻഡ് +2 ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രിപ്ഷന്റെ കൂടെ കാണുന്ന ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. ആൻഡ് ഫോർ മോർ വീഡിയോസ് സ്റ്റേ ട്യൂൺഡ്. See you in next video. Okay.